പോലീസ് ഉദ്യോഗസ്ഥന്റെ മനസാന്നിധ്യം കൊണ്ട് ഒരു ജീവനാണ് തിരിച്ചു കിട്ടിയത്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോമിനും ട്രെയിനിനും ഇടയിൽ വീണയാളെ രക്ഷിക്കാൻ സ്വന്തം ജീവൻ മറന്ന് ഓടുകയായിരുന്നു സിവിൽ പോലീസ് ഓഫീസർ ലകേഷ്. സംഭവത്തിന്റെ CCTV ദൃശ്യം പുറത്തുവന്നു. കൊച്ചുവേളി പോർബന്തൻ വീക്ക്ലി എക്സ്പ്രസിലെ യാത്രക്കാരനെയാണ് ലകേഷ് രക്ഷപ്പെടുത്തിയത്. മനസാന്നിധ്യവും കൈവിടാത്ത ജാഗ്രതയുമുണ്ടെങ്കിൽ രക്ഷിക്കാനാവുന്നത് ചിലപ്പോൾ ഒരു ജീവൻ തന്നെയായിരിക്കാം. അത്തരത്തിലൊരു ജീവൻ രക്ഷിച്ച CCTV ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ആ ദൃശ്യങ്ങളിലുള്ള പോലീസ് ഉദ്യോഗസ്ഥനാണ് നമുക്കൊപ്പം ഉള്ളത്, ലകേഷാണ്. ഒരുപാട് സന്തോഷം ഈ ഒരു വീഡിയോ കാണുമ്പോൾ. എന്തായിരുന്നു അന്ന് ശരിക്കും സംഭവിച്ചത്? ഇത് മെയ് 26-ാം തീയതി നടന്ന സംഭവം. രാത്രി 8 മണിക്ക് നടന്ന സംഭവമാണ്. കൊച്ചുവേളി പോർബന്തർ വീക്ക്ലി എക്സ്പ്രസ്സിലാണ് സംഭവം നടന്നത്. കായംകുളത്ത് നിന്നും അഹമ്മദാബാദിലേക്ക് പോകുന്ന യാത്രക്കാരനായിരുന്നു. ട്രെയിൻ കണ്ണൂർ നിർത്തിയ സമയത്ത് വെള്ളം വാങ്ങിക്കാൻ വേണ്ടി പുറത്ത് വന്ന് വാങ്ങിച്ചു പോകുന്ന സമയത്ത് ട്രെയിൻ നീങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചാടി കയറുന്ന സമയത്ത് അയാളെ സ്റ്റെപ്പിൽ നിന്ന് പിടിവീഴുകയും താഴേക്ക് പ്ലാറ്റ്ഫോമിൻ്റെയും ട്രെയിനിൻ്റെ ഇടയിലേക്ക് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അയാളെ ധൈര്യം കൊണ്ട് തന്നെ വലത് കൈ കൊണ്ട് അയാൾ സ്റ്റെപ്പ് പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇടത് കൈ പ്ലാറ്റ്ഫോമിന് മുകളിലായിട്ട് ഇങ്ങനെ വണ്ടി നീങ്ങുന്നതിന് കണക്കായിട്ട് അയാളിങ്ങനെ വരുന്നുണ്ട്. അയാൾ സൗണ്ട് കേട്ട സമയത്താണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. ഞാൻ പെട്ടെന്ന് തന്നെ ഓടിപ്പോയിട്ട് ആദ്യം പിടിക്കാൻ പോയ സമയത്തിൽ ആദ്യം പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ വീണ്ടും ഞാൻ തിരിഞ്ഞു നിന്ന് ഇടത് കൈ കൊണ്ട് അയാളെ ഇടത് കൈ പൊക്കി പിടിക്കുകയും അതുപോലെ തന്നെ വലത് കൈ കൊണ്ട് ഇതിൻ്റെ ട്രെയിനിൻ്റെ ജനൽ പിടിച്ച് മുന്നോട്ടേക്ക് ഏകദേശം ഒരു 2 കമ്പാർട്ട്മെൻറ്റ് ദൂരം 20 മിനിറ്റിൻ്റെ കൂടെ തന്നെ ഓടിയല്ലേ? ട്രെയിനിൻ്റെ കൂടെ തന്നെ ഓടുക ചെയ്തത്. കിട്ടുന്നത് വരെ ഓടേണ്ടി വന്നു. ഗാർഡാന്ന് തോന്നുന്നു അതിൻ്റെ പറഞ്ഞിട്ട് സിഗ്നൽ ഇതാക്കി നിർത്തിയത്. ആ സമയമാകുമ്പോൾ നമ്മൾ വലിച്ച് പുറത്തേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. പരിക്കൊന്നും ഇല്ലാതെ ആളെ രക്ഷിക്കാനായി. പരിക്ക് ചെറിയ പരിക്കുകൾ, അതായത് പ്ലാറ്റ്ഫോമിൽ എറിഞ്ഞിട്ട് വയറിനുണ്ടായ ഒരു പരിക്കുകളും പിന്നെ നിലത്ത് കാല് എറിഞ്ഞിട്ട് കാൽമുട്ടിനുണ്ടായ ചെറിയ ചെറിയ പൊട്ടലുകൾ ഒഴികെ ബാക്കിയും ഭാഗ്യം കൊണ്ട് അങ്ങനെ വലിയ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ എല്ലാ പോലീസുകാരും നിരന്തരം പറയുന്നത്, യാത്രക്കാരോട് പറയുന്നത്, ട്രെയിൻ വിടുന്നതിന് മുന്നേ തന്നെ കയറണം. അതേപോലെ വണ്ടി വിട്ടിട്ടുണ്ടെങ്കിൽ അടുത്ത ട്രെയിനിലേക്ക് നമുക്ക് കയറാം. ജീവൻ തിരിച്ചു കിട്ടാത്തതാണ്. ട്രെയിൻ ഒരു ട്രെയിൻ പോയി അടുത്ത ട്രെയിൻ ഉണ്ടാവുന്നുള്ളതും മിക്ക ആൾക്കാരെന്ന് പറഞ്ഞാൽ ട്രെയിൻ വിടുന്ന സമയത്തേ കയറുമല്ലോ. ഇല്ലെങ്കിൽ ട്രെയിൻ ഉള്ളവരാണെങ്കിൽ വെറുതെ ഒന്ന് പുറത്ത് വന്നിരുന്ന് ആ മൂവ് ചെയ്യുമ്പോൾ ഒന്ന് ചാടി കയറുമെന്നില്ല. അപ്പോൾ ആ ചാടി കയറുന്ന സമയത്ത് ഒരേ ഡോറിൻ്റെ ഉള്ളിലൂടെ 3-4 ആൾക്കാർ കയറേണ്ട അവസ്ഥയുണ്ടാകുന്നത്. അതാണ് മിക്ക ആൾക്കാരും പ്ലാറ്റ്ഫോമിൻ്റെ അടിയിലേക്ക് പോകുന്നത്. ഒരുപാട് ഇതുപോലെ ഭീകര ദൃശ്യങ്ങൾ കണ്ട പോലീസുകാരാണ്. നമുക്ക് ഇന്നും ഒരു ട്രെയിൻ പോകുന്നവരെ ഒരു ടെൻഷനാണ് ആൾക്കാർക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ളത്. ഏതായാലും ഇത്തരം ഒരു മനസ്സുമായുള്ള പോലീസുകാരൊക്കെ റെയിൽവേ സ്റ്റേഷനുകളിൽ ഉണ്ടാവും. പക്ഷേ നമ്മുടെ ജീവൻ അത് സുരക്ഷിതമായി നിലനിർത്തേണ്ട നമ്മുടെ കൂടി കടമയാണ്. റെയിൽവേ സ്റ്റേഷനുകളിൽ പാലിക്കേണ്ട ഈ ജാഗ്രത തീർച്ചയായും എല്ലാവരും പാലിക്കണമെന്ന് തന്നെയാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. മോനിഷ് മോഹനോടൊപ്പം നിഖിൽ അളവൂർ, ന്യൂസ് മലയാളം, കണ്ണൂർ.